വരാൻ പോകുന്ന കേരള PSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് എക്സാമിന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ഇവിടെ നമ്മൾ ആസ് പെർ റിവൈസ്ഡ് സിലബസ് പ്രകാരം മൊഡ്യൂൾ 6-ലുള്ള കുറച്ച് കണ്ടൻസാണ്. എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, ഫോറൻസിക് അക്കൗണ്ടിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് പോലെയുള്ള ഭാഗങ്ങൾ. ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് ഇപ്പം ഇന്ന് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്? സോ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു ഭാഗം എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യാനുണ്ടായത്, അതിൻ്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ് എന്തൊക്കെയാണ്, അതിൻ്റെ അപ്രോച്ചസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്തൊക്കെയാണ് പോലെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്, ഹൗ ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ്, ദിസ് ടേം ഒറിജിനേറ്റഡ്. That is, there is a growing awareness and concern about the impact of human activity on environment. This concern at global level about the impact of human activity led to the need for environmental accounting, and through this environmental accounting we have to mitigate the human impacts on the environment, which began with the United Nations Stockholm Conference on Human Environment and launch of UN environmental programs in 1972. അപ്പോൾ ഇതാണ് ലേറ്റർ ഓൺ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ. ദിസ് വിൽ ലേറ്റർ ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഒന്നുകിൽ ലെക്ചേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സാണ്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ഓൾറെഡി എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ചെറിയൊരു നോളജ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മേ ബി നിങ്ങൾക്ക് ഇതിനേക്കാൾ നോളജ് ഉണ്ടാവാം. സോ നെക്സ്റ്റ്, കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. എന്താണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The term environment includes everything in all its manifest forms on the earth, beneath the earth and above the earth. The environment എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്തിൻ്റെ മുകളിലുള്ളത്, എർത്തിൻ്റെ താഴെയുള്ളത്, എർത്തിന് ചുറ്റുപാടുമുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഒബ്ജക്ട്സും അതിൻ്റെ പ്യുവർ ഫോമിലുള്ളതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This is an emerging aspect of accounting that would help in understanding the influential aspects of natural environment with respect to the economy. As compared to other forms of accounting like cost accounting, financial accounting, and human resource accounting, environmental accounting is a recent trend in accounting which helps in understanding the influential aspects of natural environment with respect to the economy. Due to the natural environment, what are the merits or what are the drawbacks, or due to the impact of human activity on the environment, how it will affect the economy. So this will clearly mention through this environmental accounting. So this is about the concept of environmental accounting. The next, what is the meaning of environmental accounting? It is abbreviated as EA. So environmental accounting deals with accounting and management issues relating to environmental and social impacts, regulations and restrictions, safety, environmentally sound and economically viable energy production and supply, and environmental eco-auditing system. ഒരു വൈഡ് ഏരിയ ആണത്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേമിൻ്റെ അകത്ത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന ടേമിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. എൻവയോൺമെൻറ്റ് ഇഷ്യൂസിനെ കുറിച്ചും അതിൻ്റെ ഫലമായി ആ എൻവയോൺമെൻറ്റ് ഇഷ്യൂസിനെ കൊണ്ട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ അതിപ്രസരണം മൂലം ഒരുപാട് ഇമ്പാക്ട്സ് എൻവയോൺമെൻറ്റിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയും ഇഷ്യൂസ് അക്കൗണ്ടിങ് ഫോമിൽ റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ system of accounting for measuring environmental performances
വേറെ രീതിയിൽ പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ പെർഫോമൻസസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. ആൻഡ് അത് മെഷർ ചെയ്യാൻ മാത്രം പോരാ, ഈ മെഷർ ചെയ്ത കാര്യങ്ങൾ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ഓഫ് ദിസ് മെഷർമെൻറ്റ് ടു ദ അൾട്ടിമേറ്റ് യൂസേഴ്സ്. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്ത കാര്യങ്ങൾ അൾട്ടിമേറ്റ് യൂസേഴ്സിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഏതിൻ്റെ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം? ഇതുപോലെയുള്ള ഡാറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയിട്ട് ക്ലിയർ കട്ടായിട്ട് എഴുതിയിട്ട് അത് അക്കൗണ്ടിങ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അത് അൾട്ടിമേറ്റ് യൂസേഴ്സിന് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. സോ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് relating to the environmental and its social impacts. Then regulations and restrictions. What are the regulations and restrictions? Then what are the safety measures taken by the company for protecting the environment? And what are the economically viable energy production methods? What are the economically viable production methods for producing the articles in a company or a factory? And what are the supply and environmental eco auditing system? So environmental eco auditing systemത്തിൻ്റെ പിന്നെ എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോപ്പർ ബാലൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഡാറ്റാസ് ക്ലിയർ കട്ടായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് അൾട്ടിമേറ്റ് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. So environmental accounting acts as a managerial tool which can be used for the purpose of improving the performance in relation with the environment, reducing the environmental cost, controlling the environmental damages, implementing more efficient technologies with less pollution and non-polluting products. അപ്പോൾ ഇത് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാനേജറൽ ടൂളാണ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? വിച്ച് ക്യാൻ ബി യൂസ് ഫോർ ദി പർപ്പസ് ഓഫ് ഇംപ്രൂവിങ് ദ പെർഫോമൻസ് ഇൻ റിലേഷൻ വിത്ത് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എൻവയോൺമെൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ? റെഡ്യൂസിങ് ദ എൻവയോൺമെൻറ്റൽ കോസ്റ്റ്, അതായത് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ദെൻ എൻവയോൺമെൻറ്റിന് ഡാമേജ് ആകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാം. അപ്പോൾ എൻവയോൺമെൻറ്റ് ഡാമേജ് ആകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ട് നമ്മൾ എൻവയോൺമെൻറ്റിൽ. അപ്പോൾ ആ പൊല്യൂട്ടൻസിൻ്റെ എഫക്റ്റൊക്കെ കുറക്കാം. എന്നിട്ട് എന്താ ചെയ്യുക, ലെസ് പൊല്യൂഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നോൺ പൊല്യൂട്ടിങ് പ്രോഡക്ട്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എൻവയോൺമെൻറ്റിൻ്റെ ഡാമേജസ് കുറച്ച് അതുവഴി എൻവയോൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാനേജറിയൽ ടൂളായിട്ടും എന്തിനു ഉപയോഗിക്കാം? എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കാം. Next, coming to the definition of environmental accounting. Environmental accounting can be defined as a system for measuring environmental performance and communicating the result of these measurements to the ultimate users. What do you mean by environmental accounting? Environmental accounting can be defined as a system of measuring environmental performance. Environmental performance measure ചെയ്യുന്ന സിസ്റ്റം, ആ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന ശേഷം അതിൻ്റെ റിസൾട്ട് അൾട്ടിമേറ്റ് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മാനേജറിയൽ ടൂളാണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. നോട്ട് ഓൺലി ദാറ്റ്, and it helps in presenting the utilization of natural resources by an enterprises, the cost incurred to use them and the income earned therefrom in a transparent manner. അപ്പോൾ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രസൻറ്റിംഗ് ദ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എത്രമാത്രം നാച്ചുറൽ റിസോഴ്സസ് ആണ് കമ്പനി യൂസ് ചെയ്തിട്ടുള്ളതെന്നതും അതിന് എത്രമാത്രം കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെന്നും ആ കോസ്റ്റിനെ കൊണ്ട് എത്രമാത്രം ഇൻകം നമുക്ക് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടും എന്നും ഒരു ട്രാൻസ്പെറൻറ്റ് മാനറിൽ എത്തിച്ചു കൊടുക്കുന്ന, അൾട്ടിമേറ്റ് യൂസേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് അൾട്ടിമേറ്റ് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ദ നെക്സ്റ്റ്, നീഡ് ഫോർ ഓർ വൈ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് അറ്റ് കോർപ്പറേറ്റ് ലെവൽ. എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ലെവൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ നീഡ് എന്താണ്? വാട്ട് ഇസ് ദ നീഡ് ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്? അതിൽ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് അറ്റ് ദ കോർപ്പറേറ്റ് ലെവൽ ഹെൽപ്സ് ടു ദി മാനേജ്മെൻറ്റ് ടു നോ വെദർ ദ കോർപ്പറേറ്റ് ഹാസ് ബീൻ ഡിസ്ചാർജിങ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ടുഗെദർ വിത്ത് മീറ്റിംഗ് ബിസിനസ് ഒബ്ജക്റ്റീവ്. അതായത് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയും അല്ലെങ്കിൽ ഓരോ കോർപ്പറേറ്റ് അണ്ടർടേക്കിങ്ങും
തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഇക്കോണമീനെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ടൻസ് ആക്കാതെ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ നാശം വരുത്താത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻറ്റ് മാനറിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് തൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ് മാനറിൽ എൻവയോൺമെൻറ്റിന് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാനാണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് കോർപ്പറേറ്റ് ലെവലിൽ ഉപയോഗിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ടു പ്രൊമോട്ട് എ കൾച്ചർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എൻവയോൺമെൻറ്റലി സേഫ് വർക്കിംഗ് അമംഗ് ഇറ്റ്സ് എംപ്ലോയി. അതായത് എംപ്ലോയീസ് തമ്മിൽ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. ദ നെക്സ്റ്റ് വൺ, ടു ഡിസ്ക്ലോസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ദി എമൗണ്ട് ആൻഡ് ദി നേച്ചർ ഓഫ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടേക്കൺ ബൈ ദി മാനേജ്മെൻറ്റ് എത്രത്തോളമാണ് എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കോർപ്പറേറ്റ് ലെവൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ നെക്സ്റ്റ് വൺ, ടു എൻഷുർ സേഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഹസാർഡസ് വേസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പൊല്യൂട്ടൻസ് മൂലം നമ്മളെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ കമ്പനികളിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ എന്താ പറയണ്ടേ വേസ്റ്റ് ഡിസ്പോസൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള സേഫ് ഹാൻഡ്ലിംഗ് മെഷേഴ്സ് കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. അതായത് ഹസാർഡസ് വേസ്റ്റൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റിന് ഒട്ടും കോട്ടം തട്ടാത്ത രീതിയിൽ അതെങ്ങനെയൊക്കെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സും ഈ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് കൊണ്ട് കോർപ്പറേറ്റ് ലെവലിൽ ഉദ്ദേശിക്കുന്നുണ്ട്. So these are the need, or these are why the environmental accounting at corporate level, or these are the importance of environmental accounting at corporate level. Then next, what are the scope of environmental accounting? It is an extensive and includes corporate, national and international level. And the scope എന്ന് പറയുന്നത് ഒരു within a boundary എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശമോ അല്ലെങ്കിൽ ഒരു ചെറിയ ജില്ലയോ അല്ലെങ്കിൽ ഒരു ചെറിയ സംസ്ഥാനമല്ല. It includes corporate, national and international level. The next, what are the approaches of environmental accounting? There are 3 approaches. First one, physical approaches. Second one, monetary approaches. And third one, integrated approaches. അപ്പോൾ എന്താണ് ഫിസിക്കൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The physical approach shows the impact of companies' activities on environment. It is measured in physical terms, though it is quantitative in nature but no monetary values assigned. അതായത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ ഫോമിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് അത് ഹ്യൂമൻ ആക്ടിവിറ്റീൻ്റെ ഇമ്പാക്റ്റ് മൂലം എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഫിസിക്കൽ അപ്രോച്ച്. സിൻസ് ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ, ഓർ ദോ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ, ഇറ്റ് ഹാസ് നോ മോണിറ്ററി വാല്യൂസ് അസൈൻഡ്. പക്ഷേ ഇതിനൊന്നും എന്തില്ല, മോണിറ്ററി വാല്യൂസ് അസൈൻ ചെയ്തിട്ടില്ല. അതാണ് ഫിസിക്കൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറാസ് ഇങ്ങനെയുള്ള ഫിസിക്കൽ അപ്രോച്ചിലൂടെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ മോണിറ്ററി ടേംസിലേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്ററി ടേംസ് അസൈൻ ചെയ്യുന്നതാണ് മോണിറ്ററി അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ ദി ഇൻഫർമേഷൻ കളക്റ്റഡ് അണ്ടർ ഫിസിക്കൽ അപ്രോച്ച് ഈസ് മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്. ഫിസിക്കൽ അപ്രോച്ചിലൂടെ നമ്മൾ കളക്ട് ചെയ്ത എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റും നമ്മൾ മോണിറ്ററി വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് മോണിറ്ററി അപ്രോച്ച്. ദെൻ തേർഡ് വൺ, ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ നെക്സ്റ്റ് അപ്രോച്ച് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ നമ്മൾ ഫിസിക്കൽ അപ്രോച്ചും മോണിറ്ററി അപ്രോച്ചും കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ്ലി ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. അതായത് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പാക്റ്റ് മൂലം എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന ഇഷ്യൂസ് ക്വാണ്ടിറ്റേറ്റീവ് രൂപത്തിൽ മെഷർ ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം അതിനെ മോണിറ്ററി വാല്യൂവിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഫിസിക്കൽ അപ്രോച്ച് ആൻഡ് മോണിറ്ററി അപ്രോച്ച്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു സങ്കര ഇനം അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ജോയിൻറ്റ് ഫോമാണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. The next one, what are the forms of environmental accounting? There are some terms about the forms of environmental accounting. They are EMA. EMA stands for Environmental Management Accounting. Then ECA, it stands for Environmental Cost Accounting.
Then EFA, it stands for Environmental Financial Accounting. Then CEA, it stands for Corporate Environmental and Accounting. The next last, Natural Resource Accounting and Ecological Accounting. So these are the different forms of environmental accounting. First among them is Environmental Management Accounting, or EMA. It means integration of business strategy with sustainability strategy by accounting for financial and non-financial information of a body corporation. അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് ബിസിനസ് സ്ട്രാറ്റജി വിത്ത് സസ്റ്റൈനബിലിറ്റി സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജിയും സസ്റ്റൈനബിലിറ്റി സ്ട്രാറ്റജിയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ബൈ അക്കൗണ്ടിങ് ഫോർ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷൻസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ബട്ട് ഓൾസോ വി ഹാവ് ടു ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദ നോൺ ഫിനാൻഷ്യൽ informations used by the corporation. So EMA is defined as the generation, analysis and use of financial and relevant non-financial information to support the management. So management support ചെയ്യുന്ന രീതിയിൽ എല്ലാ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ അനലൈസ് ചെയ്യുക. ദെൻ അത് അനലൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്ത് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. EMA is defined as the generation, analysis and use of financial and relevant non-financial information to support the management. The next is that environmental cost accounting, ECA. In ECA, costs are accountable for by their specific causes. ECA directly places a cost on every environmental aspects and determine the cost of all types of related action. അതായത് ECA അപ്രോച്ചിൽ നമ്മൾ എടുക്കുന്നത്, ECA ഫോംസിൽ എടുക്കുന്നത് കോസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ബൈ ദ സ്പെസിഫിക് കോസ്റ്റ്. ഓരോ റീസൺ കൊണ്ടുണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ടോ ECA ഡയറക്റ്റ്ലി പ്ലേസസ് എ കോസ്റ്റ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ഓരോ കോസ്റ്റും നമ്മൾ ഓരോ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ഷൻ, എൻവയോൺമെൻറ്റൽ ഡിസൈൻ ആക്ഷൻ, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് ആക്ഷൻ പോലെയുള്ള ഓരോ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതായത് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് അക്കൗണ്ടിങ്, costs are accountable for by the specific causes. ECA directly places a cost on every environmental aspects. ഓരോ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിന് ഉണ്ടാകുന്ന കോസസ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യുക. then and determine the cost of all types of related environmental action. എന്നിട്ട് ഓരോ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആക്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ പൊല്യൂഷൻ പ്രിവെൻഷൻ മെഷേഴ്സ്, എൻവയോൺമെൻറ്റ് ഡിസൈൻ മെഷേഴ്സ്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് മെഷേഴ്സ്, ഇങ്ങനെ പോലെയുള്ള ഓരോ റിലേറ്റഡ് ആക്ഷൻസിന് വേണ്ടിയിട്ട് ഓരോ സ്പെസിഫിക് കോസ്റ്റ് അസൈൻ ചെയ്യുക. അപ്പോൾ അതാണ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ, എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, EFA. EFA collects, analysis, records and reports data about financial events. അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഈവൻസിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിന് അൾട്ടിമേറ്റ് യൂസേഴ്സിന് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇവിടെയുള്ള എൻവയോൺമെൻറ്റ് ഇൻഫർമേഷൻസൊക്കെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റ് ഇൻഫർമേഷൻസൊക്കെ ഷോ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ EMA എന്ന് പറയുന്ന അപ്രോച്ചിലൂടെ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയാണ് ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ഇൻഫർമേഷൻസൊക്കെ അൾട്ടിമേറ്റ് യൂസേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നത്. Environmental informations of a business is shown in financial statements by means of environmental financial accounting. This type of accounting allows the companies to prepare financial reports for investors, lenders and other interested parties. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പിന്നെ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എൻവയോൺമെൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇത് ആർക്കാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രസൻറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ദി ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സ് ആൻഡ് അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതായത് ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ കടം കൊടുത്ത ആൾക്കാർ, ദെൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, ദെൻ ആ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണോ. അപ്പോൾ ഇവർക്കൊക്കെ എൻവയോൺമെൻറ്റൽ ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക ഏതിൻ്റെ രൂപത്തിൽ? ത്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എൻവയോൺമെൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു പുതിയ ഫോം വന്നത്.
The next, corporate environmental accounting, CEA. This can be closely linked to the development and use of an environmental management system or producing a corporate sustainability report. അതായത് ഈ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് CEA എന്ന അപ്രോച്ച് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാനും ആണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. സോ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ identification, collection, estimation, analysis, internal reporting and use of material and energy flow information and other environment related information for decision making with an organization. അതായത് എൻവയോൺമെൻറ്റുമായി റിലേറ്റ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും അത് കളക്ട് ചെയ്യുക, അത് എസ്റ്റിമേറ്റ് ചെയ്യുക, അതിൻ്റെ ഇൻറ്റേർണൽ റിപ്പോർട്ട് തയ്യാറാക്കുക, എന്നിട്ട് അത് മാനേജ്മെൻറ്റിന് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ആ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കൺസേൺ അതിൻ്റെ മേലെയുള്ള തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് ലെവലിൽ എടുക്കുക. ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കൂടിയും ഉൾക്കൊള്ളുന്ന ഒരു വൈഡ് കൺസെപ്റ്റാണ് മറ്റുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിനേക്കാളും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് അക്കൗണ്ടിനേക്കാളും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിനേക്കാളും കുറച്ചും കൂടി ഒരു വൈഡ് കൺസെപ്റ്റാണ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് മറ്റുള്ള ഫോംസ് ഓഫ് അക്കൗണ്ടിനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഇവിടെ. Corporate environmental accounting is an approach to control and improve an organization's cost structure and environmental performance. അതായത് ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ കൺട്രോൾ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി കോസ്റ്റ് സ്ട്രക്ചർ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ദർബൈ നമുക്ക് എന്ത് കിട്ടും, അതിനുള്ള ബെനിഫിറ്റ് കുറച്ചും കൂടി നമുക്ക് കൂടുതൽ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ബെനിഫിറ്റ് കൂടുതൽ റിസീവ് ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലെറ്റ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാനാണ് ഇതുപോലെയുള്ള കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പുതിയ ഫോം ഓഫ് അക്കൗണ്ടിങ് വന്നത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് EMA ആൻഡ് EFA. നമ്മൾ മുകളിൽ മെൻഷൻ ചെയ്ത എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കൂടിയ ഒരു ടോട്ടലാണ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനേക്കാളും എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനേക്കാളും എൻവയോൺമെൻറ്റൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനേക്കാളും വലുതാണ്. അതാണ് നെക്സ്റ്റ് പറയുന്നത്. The next last form of environmental accounting, natural resources accounting and ecological accounting. അപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സ് അക്കൗണ്ടിങ് ആൻഡ് എന്താണ് ഇക്കോളജിക്കൽ അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ നാച്ചുറൽ റിസോഴ്സ് അക്കൗണ്ടിങ് മീൻസ് ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് ഇൻ ടു ദ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ്. അതായത് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, നാഷണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. Natural resource accounting means incorporation of environmental aspects into the system of national accounts. നാഷണൽ അക്കൗണ്ട് സിസ്റ്റത്തിലേക്ക് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് മേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് നാച്ചുറൽ റിസോഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റം. It means giving proper weight to environmental concerns in calculating gross national product and gross domestic product. അതായത് ഇതിലൂടെ നമ്മളൊരു കൺട്രീൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ഒരു കൂടുതൽ മേജർ റോളും വഹിക്കുന്നത് ഈ നാച്ചുറൽ റിസോഴ്സ് അക്കൗണ്ടിങ്ങിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. ഇനി ഇക്കോളജിക്കൽ അക്കൗണ്ടിങ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ടേം ഇക്കോളജിക്കൽ അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദി പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ ഡാറ്റ അറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലെവൽ. ഇക്കോളജിക്കൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ ഡാറ്റ. എന്തൊക്കെയാണ് നമുക്ക് ഫിസിക്കൽ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക അറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇക്കോളജിക്കൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിങ്. In short, to conclude, whatever it may be, the main purpose of environmental reporting is to transparently provide information about the corporate environmental impacts and efforts done by companies to reduce harmful effects. അതായത് എന്നിരുന്നാലും എൻവയോൺമെൻറ്റൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ് ടു പ്രൊവൈഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അബൌട്ട് ദ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്.
കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സിനെ കുറിച്ചുള്ള ഡാറ്റാസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇഫേർട്സ് ഡൺ ബൈ ദ കമ്പനീസ് ടു റെഡ്യൂസ് ദിസ് ഹാംഫുൾ ഇഫക്ട്സ്. അങ്ങനെ കമ്പനീസ് ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ഇഫക്ട്സ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഇഫക്ട്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സും കൂടി എടുക്കുക എന്നുള്ളതാണ് ഈ എൻവയോൺമെൻറ്റൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്. സോ ഇനിയും എനിക്ക് മൊഡ്യൂൾ 6 വരുന്ന ഫോറൻസിക് അക്കൗണ്ടിങ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ നിങ്ങളെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്ന ആൾക്കാർ പല ആൾക്കാരും എന്നെക്കാളും അറിവുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ എൻ്റെ ചെറിയൊരു നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഫർദറായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.